ബാക്ക് ടു സ്റ്റൈലം ലേണിംഗ്. അനിറ്റ മിസ് ആണ്. അപ്പോൾ മക്കളെ, അടുത്ത എക്സാം എന്ന് പറയുന്നത് നമ്മുടെ EVS ആണ്. അപ്പോൾ EVSൽ വേണ്ടി നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യണം. അതിന് വേണ്ടിയുള്ള കുറേ പ്രിപ്പറേഷനിലായിരിക്കും എൻ്റെ മക്കളെല്ലാവരും. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇന്ന് മിസ് വന്നിരിക്കുന്നത് അതിന് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ്. ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടാണ്. അപ്പോൾ മക്കളെല്ലാവരും എന്ത് ചെയ്യുക, ഇന്ന് മിസ് പഠിപ്പിക്കുന്ന ഭാഗം നിർബന്ധമായും പഠിച്ചിട്ട് പോകണം. കാരണം ആ ഒരു ഭാഗത്തു നിന്നും ഉറപ്പായിട്ടും ഷുവർ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ് മക്കളെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ആർ ദ ഫുഡ് ഐറ്റംസ് പ്രിപ്പയർഡ് ഇൻ യുവർ ഹൗസ് യൂസിങ് റൈസ് ആൻഡ് വീറ്റ്? അരി, ഗോതമ്പ് എന്നിവ ഉപയോഗിച്ച് എന്തെല്ലാം ആഹാര വിഭവങ്ങളാണ് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കുന്നത്? അപ്പോൾ കുറേ ഫുഡ് ഐറ്റംസ് നമുക്കിങ്ങനെ മാറിപ്പോകും. അത് അരി കൊണ്ടാണോ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഗോതമ്പ് കൊണ്ടാണോ ഉണ്ടാക്കുന്നത് എന്നൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണെങ്കിലും മക്കളെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. നമ്മുടെ റൈസ് കൊണ്ട് ഉണ്ടാക്കുന്ന കുറച്ച് ഫുഡ് ഐറ്റംസിൻ്റെ പേരുകളൊക്കെ എൻ്റെ മക്കളെ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. ഇവിടെ ഇതാ പത്തിരിയുണ്ട്, ബിരിയാണി, ഇഡ്ഡലി, ഇടിയപ്പം, അട, അപ്പം, പുട്ട്, ദോശ, ഇതൊക്കെ എക്സാമ്പിളാണ്. അതുപോലെ തന്നെ വീറ്റ്, അതായത് ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കുന്ന കുറച്ച് ഐറ്റംസ്, നമ്മുടെ ചപ്പാത്തി, ദോശ, കേക്ക്, അട, പുട്ട്, പായസം, പൂരി, അങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് ഓർത്തിരിക്കുക കേട്ടോ. ഇനി ഇവിടെ നമ്മൾ വേറൊരു കാര്യം കൂടി പഠിക്കുന്നുണ്ട്. ഈ വീറ്റ്, അതായത് ഗോതമ്പ്, അതുപോലെ തന്നെ നമ്മുടെ റൈസ്, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത് കാറ്റഗറിയിലാണ്? ഗ്രെയിൻസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ധാന്യങ്ങൾ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് നമ്മുടെ റൈസും വീറ്റ്സും അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ധാന്യങ്ങൾക്ക് എക്സാമ്പിൾസ് ഏതൊക്കെയാണ് എന്ന് ചോദിക്കുവാണെങ്കിലും നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? ഒന്ന് റൈസും ഒന്ന് വീറ്റും നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റും. ഇനി അടുത്ത ചോദ്യം ഇതാണ് മക്കളെ: Are food grains alone used in our food? What are the different items to prepare tasty dishes? അതായത് ധാന്യങ്ങൾ മാത്രമാണോ ഒന്നാം ആഹാരത്തിന് ഉപയോഗിക്കുന്നത്? സ്വാദുള്ള വിഭവങ്ങൾ ഒരുക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്തെല്ലാം? നമ്മുടെ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വിവിധ തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളുടെ കാറ്റഗറീസ് നമ്മൾ പഠിച്ചായിരുന്നല്ലേ. അതിലൊന്നാണ് നമ്മുടെ ഗ്രെയിൻസ് അല്ലെങ്കിൽ ധാന്യങ്ങൾ. അതിനുദാഹരണമാണ് നേരത്തെ നമ്മൾ പറഞ്ഞ നമ്മുടെ അരിയും അതുപോലെ തന്നെ ഗോതമ്പും. വേറെ ഏതൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങൾ, ഏതൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം? യെസ്, നമുക്ക് വൺ ബൈ ആയിട്ട് നോക്കാം. ഒന്ന് എന്താണ് മക്കളെ? വെജിറ്റബിൾസ് അല്ലെങ്കിൽ പച്ചക്കറികൾ, പിന്നെ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ പഴങ്ങൾ, അതുപോലെ പൾസസ് അല്ലെങ്കിൽ പയർ വർഗ്ഗങ്ങൾ, ട്യൂബേഴ്സ് അല്ലെങ്കിൽ കിഴങ്ങ് വർഗ്ഗങ്ങൾ, സിരിയൽസ് അല്ലെങ്കിൽ നമ്മുടെ ധാന്യങ്ങൾ, മില്ലറ്റ്സ് അല്ലെങ്കിൽ ചെറുധാന്യങ്ങൾ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്പെല്ലിങ്ങും കൂടി മക്കൾ പഠിച്ചു വെക്കാം. അപ്പോൾ ഇതിനെല്ലാത്തിൻ്റെയും എക്സാമ്പിൾസ് എന്ത് ചെയ്യുക, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ചെറിയ ഒരു ആക്ടിവിറ്റി ചെയ്ത് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കുറേ ഐറ്റംസിൻ്റെ ഫോട്ടോ കാണുന്നുണ്ട്, അതിൻ്റെ പേരും കാണുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അവിടെ ഓരോന്നിൻ്റെയും താഴെ ഓരോ അക്കങ്ങൾ, നമ്മുടെ 1 2 3 പോലെ ഓരോ അക്കങ്ങൾ എഴുതിയിട്ടുള്ളതും കാണുന്നുണ്ട്. ഇനി നമ്മളോട് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരേപോലെയുള്ള അക്കങ്ങൾ അടങ്ങിയിട്ടുള്ള ഐറ്റംസ് എല്ലാം നമുക്കൊരു കാറ്റഗറിയിലാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഇതാ 5 എന്നാണ് നമ്മുടെ എന്തുള്ളത്, പയറുള്ളത്. അതുപോലെ ക്യാബേജ് 1 ആണ്, ചക്കപ്പഴം 2 ആണ്, 5 എന്നുള്ളത് ചെറുപയറാണ്, 6 ഗോതമ്പ്, 4 ചേമ്പ്, 5 കടല, 1 വെണ്ടയ്ക്ക, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. ഇനി നമുക്ക് ഒരേ ആയിട്ടുള്ള അക്കങ്ങൾ വരുന്നതിന് നമുക്കൊന്ന് ഗ്രൂപ്പ് ആക്കാം അല്ലേ. അപ്പം നമുക്ക് ഏറ്റവും ആദ്യം ഏതെടുക്കാം? 1 എടുക്കാം. അപ്പോൾ 1 എന്ന് പറയുന്നത് ഇതാ ക്യാബേജ് ഉണ്ട്. അതുപോലെ തന്നെ 1 പിന്നെ എന്താ ഉള്ളത് മക്കളെ? യെസ്, 1 വേറെ ആരാ ഉള്ളത്? യെസ്, ദാ വെണ്ടയ്ക്കയുണ്ട്. അപ്പോൾ ക്യാബേജും വെണ്ടയ്ക്കയും ഏത് കാറ്റഗറി വരുന്നതാണ്? 1 എന്ന് പറയുന്ന ബോക്സിൽ വരുന്നതാണ്. അതുപോലെ നമുക്ക് 2 എടുക്കുവാണെങ്കിൽ 2-ൽ ഇതാ ചക്കപ്പഴം ഉണ്ട്, അതുപോലെ തന്നെ 2-ൽ ഇതാ മാമ്പഴം ഉണ്ട്. ഇനി അതുപോലെ 3 എടുക്കുവാണെങ്കിൽ 3 എവിടെ? യെസ്, 3 ഇവിടെ ഇതാ പാലുണ്ട്, അതുപോലെ മീനുണ്ട്, അതുപോലെ ഇവിടെ ഇതാ ഇറച്ചി നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഇനി 4 എടുക്കുവാണെങ്കിൽ ഇതാ ചേനയുണ്ട്, മരച്ചീനിയുണ്ട്, അതുപോലെ തന്നെ ഇതാ നമ്മുടെ ചേമ്പുണ്ട്. അങ്ങനെ ഇവിടെ കാണുന്നത് പോലെ നിങ്ങൾ ഇതാ എന്ത് ചെയ്യണം? ഇതുപോലെ കാറ്റഗറൈസ് ചെയ്യണം, ഇതുപോലെ ഓരോ കുട്ടയിലാക്കണം. ഇനി ആ കുട്ടയിലെ ഐറ്റംസ് ഒന്ന് നോക്കുവാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും കൂടി നമുക്കൊരു കോമൺ പേര് പറഞ്ഞു കൊടുക്കാം. ഏറ്റവും ആദ്യം നമ്മൾ ഏതാണ് മക്കളെ നോക്കുന്നത്? യെസ്, ഈ ഒരു കുട്ടയാണ്. അവിടെ നമുക്ക് ക്യാബേജും കാണുന്നുണ്ട്, ലേഡീസ് ഫിംഗർ അല്ലെങ്കിൽ വെണ്ടയ്ക്കയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഏത് കാറ്റഗറിയിൽ പെട്ടതാണ്? വെജിറ്റബിൾസ് അല്ലെങ്കിൽ പച്ചക്കറികൾ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെട്ടതാണ് ഇതൊക്കെ. ഇനി അടുത്തതാണ് ജാക്ക് ഫ്രൂട്ട് അല്ലെങ്കിൽ മാംഗോ. ഇത് ഏത് കാറ്റഗറിയിൽ പെട്ടതായിരിക്കും? ഇതൊക്കെ പഴങ്ങളാണ്, അതുകൊണ്ട് തന്നെ ഫ്രൂട്ട്സ് കാറ്റഗറിയിൽ പെട്ടതാണ്. ഇനി അടുത്തത് മിൽക്ക്, മീറ്റ്, ഫിഷ്. ഇത് മൂന്നും ആരിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്? ജന്തുക്കളിൽ നിന്ന് കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഫ്രം ആനിമൽസ്, ജന്തുക്കളിൽ നിന്നും കിട്ടുന്ന ഐറ്റംസ് ആയിട്ട് നമുക്ക് ഇതിനെ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റും. ഇനി അടുത്തതാണ് കൊളോക്കാസിയ, യാം, ടാപ്പിയോക. അതായത് നമ്മുടെ എന്തായിരുന്നു, ചേമ്പുണ്ട്, അതുപോലെ തന്നെ ചേനയുണ്ട്, നമ്മൾ കഴിക്കുന്ന ആ ഒരു ഇതില്ലേ കപ്പയുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇതൊക്കെ നമുക്ക് ട്യൂബേഴ്സ് അല്ലെങ്കിൽ കിഴങ്ങ് വർഗ്ഗത്തിൽപ്പെട്ട ആൾക്കാരാണെന്ന് പറയാം. ഇനി അടുത്തതാണ് നമ്മുടെ ബംഗാൾ ഗ്രാമ, അതുപോലെ ഗ്രീൻ ഗ്രാമ, അതുപോലെ തന്നെ കൗപീസ്, നമ്മുടെ വൻപയർ, അതുപോലെ തന്നെ ചെറുപയർ,
അതുപോലെ തന്നെ നമ്മുടെ നിലക്കടലയിൽ ഇതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ഏത് കാറ്റഗറിയിലാണ് പെടുത്തേണ്ടത്? യെസ്, ഇതൊക്കെ നമ്മൾ പെടുത്തുന്നത് നമ്മുടെ പൾസസ് അല്ലെങ്കിൽ പയറുവർഗ്ഗത്തിലാണ്. ഇനി ഏറ്റവും ലാസ്റ്റ് ഇതാ വീറ്റും അതുപോലെ തന്നെ റൈസും ഉണ്ട്. ഇവ നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഗ്രെയിൻസ് ആണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ജസ്റ്റ് നമ്മളൊന്ന് പൊടിതട്ടി എടുക്കുക മാത്രമാണ് ചെയ്തത് കേട്ടോ. ഇനി നിങ്ങൾ ഇതൊന്ന് ഓർത്ത് വെക്കുക. നമുക്കിതൊന്ന് വേഗം തന്നെ നമുക്കൊന്ന് ഫില്ല് ചെയ്യാം. ഇവിടെ പഴങ്ങളും പച്ചക്കറികളും, അതായത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കഴിക്കുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ട്? രോഗങ്ങൾ വരാതിരിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി അടുത്തതാണ് നമ്മുടെ പയറുവർഗ്ഗങ്ങൾ, പാൽ, ഇറച്ചി, മുട്ട, മീൻ. അപ്പോൾ അവയൊക്കെ എന്തിനു നമ്മളെ സഹായിക്കുന്നുണ്ട്? യെസ്, നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചു നോക്കിയാൽ ശരീര വളർച്ചയെ സഹായിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ഇനി അടുത്തത് ധാന്യങ്ങളും കിഴങ്ങുവർഗ്ഗങ്ങളും, അതായത് ഗ്രെയിൻസും ട്യൂബേഴ്സും. അതെന്തിനു സഹായിക്കുന്നുണ്ട്? നമുക്ക് ഇങ്ങനെ പോയാൽ ഇതാ ജോലികൾ ചെയ്യുന്നതിനുള്ള ശക്തി ലഭിക്കുന്നു. അപ്പോൾ ഓരോ ഐറ്റംസിൻ്റെയും ഫങ്ഷൻസ് അല്ലെങ്കിൽ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്നും ഇന്ന് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ മക്കളെ. ഇത് കുറച്ച് അധികം വലിയ ടോപ്പിക്കൊന്നും അല്ല, നമ്മുടെ ഡെയിലി ലൈഫായിട്ട് കോർത്തിണക്കി നമുക്ക് ഈസി ആയിട്ട് പറയാം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? അടിപൊളിയായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.